എല്ലാവർക്കും നമസ്കാരം. SPR മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചരിത്രം രചിച്ച നാടകം എന്ന ആ പാഠഭാഗത്തിൻ്റെ ചെറിയൊരു വിശദീകരണമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് കേളപ്പൻ എഴുതിയിട്ടുള്ള അവതാരികയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് നമ്മൾ വിശദമാക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ മുഴുവൻ നമുക്ക് ഈ നാടകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. VTയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 1896 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി, അതോടൊപ്പം തന്നെ നല്ലൊരു നാടകകൃത്ത്, പത്രപ്രവർത്തകൻ, ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാടെന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് 1896 എന്നൊക്കെ പറയുമ്പോൾ അവിടെ മുതൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ സമുദായങ്ങളിലും ഇതുപോലെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ കൊടികുത്തി വാണിരുന്നു. നമുക്ക് മലയാള സെക്കൻഡിൽ തന്നെ പഠിക്കാനുള്ള ചിത്രകാരി എന്ന് പറയുന്ന കഥ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ അധിഷ്ഠിതമാക്കി എഴുതിയിട്ടുള്ള ഒരു കഥയാണത്. ഷാഹിദ എഴുതിയിരിക്കുന്ന ചിത്രകാരി എന്ന് പറയുന്ന കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ ചേർത്ത് വെച്ച് വേണം ഈ പാഠഭാഗത്തിലേക്ക് പോകാനായിട്ട്. ഇനി VTയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ VT ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടെന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. വെള്ളത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കൂടെ പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് VT ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ MRB, പിന്നെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, ഇവരെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെയൊക്കെ നമ്മൾ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ഓർക്കേണ്ടതാണ്. അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആശയം നമുക്കൊന്ന് ഷോർട്ടായിട്ടൊന്ന് പരിചയപ്പെടാം. VT ഭട്ടതിരിപ്പാടിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ആദ്യം ഈ അവതാരികയുടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് VT ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രഭാവമോ അതുപോലെ തന്നെ ഗാംഭീര്യമോ അസാധാരണത്വമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നാടകം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരാണോ അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും. VTയുടെ ചിന്താശക്തിയെയാണ് ഈ അണുവിനോട് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാഴ്ചയിൽ പുറമേ കാണുന്ന കാഴ്ചയിലൊന്നും യാതൊരു പ്രാധാന്യവുമില്ല എന്ന് നമുക്കൊരു ശൈലീ പ്രയോഗം കൂടെ ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ VTയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണോ എന്ന് തോന്നുകയില്ല എന്നാണ് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നാടകം, അദ്ദേഹം രചിച്ചിരിക്കുന്ന ഈ നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവും വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ അന്തർധാരയും എല്ലാം നമുക്ക് ഈ നാടകത്തിലൂടെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഇനി നാടകത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിലെ നമ്പൂതിരി സമുദായത്തിൽ ഏകദേശം ഒരു 13 വയസ്സൊക്കെ കഴിഞ്ഞാൽ പെൺകുട്ടികളെ, അവർ ഋതുമതികളായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ പിന്നെ വീടിന് പുറത്തേക്ക് അവർക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്ക് നിഷേധിച്ചിരുന്നു. 13 വയസ്സിലെ വിദ്യാഭ്യാസം നിലച്ചാൽ പിന്നെ 40-50 വയസ്സൊക്കെയുള്ള വയസ്സന്മാരുടെയൊക്കെ കൂടെ അവരെ വിവാഹം കഴിച്ചു വിടുന്നു. ഇനി അവർ മരണപ്പെട്ട് കഴിഞ്ഞാലോ ഇവർക്ക് ലൈഫ് ലോങ് ഇവർ വിധവകളായിട്ട് ജീവിക്കേണ്ട ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അതിനാണ്
വീട്ടിൽ തൻ്റെ ജീവിതത്തിലൂടെ ആദ്യം അതിനൊരു മാറ്റം വരുത്തി എന്നുള്ളതാണ്. വീട്ടിൽ ഭട്ടതിരിപ്പാട് വിവാഹം കഴിച്ചിരിക്കുന്നത് വിധവയായ ഒരു സ്ത്രീയെയായിരുന്നു. ശ്രീദേവി അന്തർജനം എന്ന വിധവയായ ഒരു അന്തർജനത്തെയാണ് വീട്ടിൽ വിവാഹം കഴിച്ചത്. അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ തൻ്റെ സമൂഹത്തിലെ വരുത്തേണ്ട മാറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. നമ്മുടെ ഇന്നത്തെ സമകാലിക രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാം നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇന്നെല്ലാവരും അവരവരുടെ നിലനിൽപ്പിനും പോക്കറ്റ് വീർപ്പിക്കാനും അഴിമതികളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നവരെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്ന എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രം പ്രവർത്തിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ചു നിൽക്കുന്നത്. നമുക്ക് അവരെ പാഠ്യവിഷയമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കഴിവുകളും അവരുടെ കൃതികളുമൊക്കെ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ അവരെ വിധവകളായി കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ല, ഒന്നല്ലെങ്കിൽ സതി അനുഷ്ഠിക്കണം. പിന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ മറക്കുട ചൂടി വേണം ഇവർക്ക് പോകാനായിട്ട്. ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം ഒരുപാട് സ്ത്രീകളുടെ ഇടയിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്നു. ഇനി പുരുഷന്മാരാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിർബന്ധമില്ല. അവരുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട വേദങ്ങളും ഉപനിഷത്തുകളും മറ്റ് പഠനങ്ങളുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ യാതൊരു തൊഴിലിനും പോകത്തില്ല. ഇല്ലങ്ങളിൽ തന്നെ തിന്നും കുടിച്ചും കഴിയുന്ന ഒരു ജീവിതാവസ്ഥയായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്നത്. പിന്നെ മാത്രവുമല്ല, സമൂഹത്തിലെ മൂത്ത പുത്രനെ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാം, ബാക്കിയുള്ളവർക്ക് മറ്റ് നായർ അതുപോലെയുള്ള താഴ്ന്ന സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാം എന്നുള്ള ആചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ ഈ സമുദായത്തിൽ വിദ്യാഭ്യാസം ഉള്ളവർ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം ഉള്ളവർ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കവികളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ നമ്പൂതിരി സമുദായത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പൂന്താനത്തെയൊക്കെ നമുക്ക് അത്തരം കവിഭാഗങ്ങൾ ഉൾപ്പെടുത്താവുന്നവരാണ്. എന്നാൽ ഈ കവികളാരും തന്നെ ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരോ കവികളോ ഇങ്ങനെയുള്ള ആളുകൾ ആരും തന്നെ എന്ത് ചെയ്തില്ല, സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാക്കുന്ന വിധത്തിൽ അവരുടെ കഴിവുകളെ അവരുപയോഗിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ അവസ്ഥ ഇതായിരുന്നു. ഇനി ഈ നാടകം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ നാടകം അവതരിപ്പിച്ചതിലൂടെ വളർന്നു വന്ന യുവാക്കളായ ആളുകൾ, അതായത് അന്നത്തെ യൂത്ത്, നമ്പൂതിരി സമുദായത്തിലെ യുവാക്കളായ ആളുകൾ ഇതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് അവർ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ നാടകത്തിൻ്റെ അതിൻ്റെ കണ്ടൻറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അതിനെയെല്ലാം തടുത്ത് മാറ്റി പുതിയൊരു പരിവർത്തനത്തിന് തുടക്കം കുറിക്കാനായിട്ട് വളർന്നു വന്ന കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെ മാറ്റത്തിന് അത് വലിയ പ്രയോജനമായി എന്നുള്ളതാണ്. ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ നാടക സമൂഹത്തിൽ വരുത്തിയിരിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം, അതായത് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് ഈ നാടകത്തിലൂടെ വീട്ടിൽ ചികിത്സ നൽകിയത് എന്നുള്ളതാണ്. ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽ പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഈ നാടകത്തിലൂടെ തീരുമാനിച്ചു. വളരെ പ്രധാനപ്പെട്ട വരികളാണ് അവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ രോഗം ഇന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കൺഫേം ചെയ്യാൻ സാധിച്ചാൽ, അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചാൽ ആ ഡോക്ടർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ആ രോഗിക്കൊരു പുനർജന്മം കിട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ നമ്പൂതിരി സമുദായത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ വ്യാധിയെ
ഏത് തരത്തിൽ മാറ്റം കുറിക്കാൻ സാധിക്കും എന്നുള്ളത്, എങ്ങനെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളത് വീട്ടിൽ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി രചിച്ച നാടകമാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളതുമാണ് ഈ വരികളിലൂടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാടകം വീട്ടിൽ ചിന്തിച്ചതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിൽ മാത്രമല്ല മറ്റിതര സമുദായങ്ങളിലും ഒരുപാട് പരിവർത്തനം വരുത്തുവാനായിട്ട് ഈ നാടകത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പുരുഷന്മാർ ഈ ഇല്ലങ്ങളിലും മറ്റും ചടഞ്ഞുകൂടിയിരുന്ന ആളുകൾ അവരുടെ ഈ ചിന്താഗതിയെല്ലാം മാറ്റി പിന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ജോലികളിലോട്ടുമൊക്കെ അവരെ തിരിച്ചു വിടുവാനും ഈ നാടകത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഈ നാടകത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഈ നാടകത്തിന് ലാസ്റ്റ് ഭാഗത്തൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ഇത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഈ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് വീട്ടിയുടെ കഴിവാണ് എന്ന് നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നേതൃത്വം കൊടുത്തിട്ടാണ് ഇത്തരത്തിലൊരു പരിവർത്തനം ഉണ്ടായത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് കുറച്ച് അതിശയോക്തി കലർന്നതാവില്ലേ എന്ന് ആസ്വാദകർ ചിന്തിക്കില്ലേ എന്ന് ഇവിടെ ലേഖകൻ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നമ്മളങ്ങനെ ഈ നാടകം വായിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ വീട്ടിയെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിന്തയിൽ, അവരുടെ ബുദ്ധിയിൽ ഉണർന്നു വന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു ആ പ്രവർത്തനത്തിന് വളരെയേറെ പ്രാധാന്യം സമൂഹത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വീട്ടിയെക്കുറിച്ചും ആ നാടകത്തെക്കുറിച്ചും ഈ പാഠഭാഗത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊട്ടും അതിശയോക്തിയല്ല, അതെല്ലാം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിലൂടെ നമ്പൂതിരി സമുദായത്തിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ വരുത്താൻ സാധിച്ചു, ആ പരിവർത്തനത്തെക്കുറിച്ചും ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എങ്ങനെ തുടച്ചു മാറ്റാൻ സാധിച്ചു എന്നുള്ളതും, ആ കാലത്ത് നിലനിന്നിരുന്ന അനീതിയും അതുപോലെ തന്നെ പിന്നെ സ്ത്രീകൾ അനുഭവിച്ചു പോന്നിരുന്ന ദുരിതങ്ങളുമെല്ലാം ഈ പാഠഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന മറ്റു സാമൂഹ്യ പരിഷ്കർത്താക്കളെ കൂടി അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ 1936 ക്ഷേത്രപ്രവേശന വിളംബരം, ഇതെല്ലാം നമുക്ക് ഈ പാഠഭാഗത്തോട് ആഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം, ഇതെല്ലാം ജനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ജാതീയമായിട്ട് ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 1936 ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അനുവാദം ലഭിച്ചത് തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ കൂടെ ചേർത്ത് എഴുതേണ്ടതാണ്. നമുക്ക് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളും കൂടെ നമ്മൾ വിലയിരുത്തി എഴുതേണ്ടതാണ്. ഇപ്പം ഇതൊരു പിന്നെ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, വീഡിയോ നമുക്കൊരു ടൈം പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏറെ പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ്. പാഠഭാഗം വായിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പ്രവർത്തനത്തെ, അദ്ദേഹത്തിൻ്റെ ശൈലിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ഒരു 95% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, വി.ടിയുടെ നാടകത്തെ ഒരു ആറ്റം ബോംബിൻ്റെ ഒരു അണുവായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ആറ്റം ബോംബ് എന്താണ്, അതിൻ്റെ അണു എന്താണ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ നാടകവുമായിട്ട് കമ്പയർ ചെയ്ത് അതിന് വിശദീകരണം കൊടുക്കുമ്പോഴാണ് ആ ഉത്തരം പൂർണ്ണമാകുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിലെ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരും സ്ത്രീകളും അനുഭവിച്ചു പോന്നിരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് പാഠഭാഗത്ത് വ്യക്തമാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എഴുതി വിലയിരുത്തുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ ചിത്രീകരണം അതിശയോക്തി കലർന്ന അല്ലേ? അതായത് ആ നാടകത്തിലൂടെ സമൂഹത്തിന് ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതല്പം അതിശയോക്തി കലർന്നതല്ലേ എന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇത്തരത്തിലും ക്വസ്റ്റ്യൻ കടന്നു വരാം. ഇനി നമ്പൂതിരി സമുദായത്തെ ബാധിച്ചിരുന്ന യാഥാസ്ഥിതികത്വത്തെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. എന്തായിരുന്നു യാഥാസ്ഥിതികത്വം? നമ്മൾ പറഞ്ഞു വന്ന എല്ലാ ഭാഗങ്ങളിലും ആ യാഥാസ്ഥിതികത്വമുണ്ട്. അപ്പോൾ അതിന് വിശദീകരിച്ച് ആൻസർ എഴുതുക. വീട്ടിയുടെ കാലഘട്ടത്തിലെ മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയായിരുന്നു? അവരെക്കുറിച്ച് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഇത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പാഠഭാഗത്ത് ഒരു 80% വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചാപ്റ്ററൊക്കെ ചോദിച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും മാറ്റിയെടുത്തിരിക്കുന്ന ഒരു പാഠഭാഗമാണ് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പാഠഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അതിന് ഉത്തരം കണ്ടെത്തുക. പിന്നെ ഇതിനകത്തുനിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് യോഗക്ഷേമ സഭ? ഞാനത് വിശദീകരിക്കാൻ വിട്ടുപോയി. അതായത് നമ്പൂതിരി സമുദായത്തിന് പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, നമ്പൂതിരി സമുദായത്തിന് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. അപ്പോൾ അതും മാച്ച് ദ ഫോളോയിങ്ങിലെ വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ തൻ്റെ ജീവിതത്തിലൂടെ വി.ടി. എങ്ങനെയാണ് സമുദായത്തിൻ്റെ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത്? അത് നമ്മൾ ക്ലാസ്സിൽ വിശദമാക്കിയിട്ടുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ പിരിച്ചെഴുതുക, വിഗ്രഹിച്ചെഴുതുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഈ പാഠഭാഗത്തു നിന്ന് ധാരാളമായിട്ട് കടന്നു വരാം. മറക്കുട, കൂട്ടാക്കിയില്ല, അതുപോലെ തന്നെ പിടിച്ചിളക്കി, തുടങ്ങിയാൽ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പിരിച്ചെഴുതാനായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ പാഠഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഒരു 90% വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഇത്തരം പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷ അടുക്കുന്ന സമയത്ത് നമുക്ക് ചോദ്യപേപ്പർ വിശകലനം എല്ലാം നടത്താവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.